പറഞ്ഞ് പരീക്ഷ വന്ന് പറന്നു നടന്ന് സമയം പാഴാക്കിയവരാണ് നിങ്ങൾ. ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം, ഇനി മറ്റന്നാൾ പഠിക്കാം എന്ന ചിന്തയുമായിട്ട് ഇരിക്കുന്നവരാണോ നിങ്ങൾ? ഇനി കോപ്പി അടിച്ചിട്ട് ജയിക്കാമെന്ന ധാരണയുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ചിന്തകൾക്ക് മുകളിൽ ചിന്തയുമായിട്ട് ഇരിക്കുന്നവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മക്കള് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതുന്ന ദൈർഘ്യമേറിയ പരീക്ഷകളിൽ ഒന്നാണ് SSLC. അത് മാത്രമല്ല, നമ്മുടെ അച്ഛൻ്റെയും അതേപോലെ തന്നെ അമ്മയുടെയും അധ്വാനം. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന് നിങ്ങളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ അമ്മ. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എന്തായാലും SSLC എഴുതി ജയിച്ചേ പറ്റൂ. ഇനി ജയിച്ചാലോ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ അഭിമാനത്തോടെയുള്ള ആ ഒരു നിൽപ്പ്, മാത്രമല്ല ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള അവസരവും. തോറ്റു കൊടുക്കരുത്, ദൃഢനിശ്ചയത്തോടെ പഠിക്കുക. അതിന് കൃത്യമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. നിങ്ങളെ വിജയത്തിലേക്ക് കാലിടറാതെ മുന്നോട്ട് നയിക്കാൻ ഏകനുണ്ട്. ഏകൻ കൂടെ തന്നെയുണ്ട്.